ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2024 പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഡിവിഷൻ മെത്തേഡ് എന്ന് പറഞ്ഞ 4ാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 48 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മലയാളം മീഡിയത്തിന് വേണ്ടിയിട്ട് നമ്മൾ മുമ്പ് ഇത് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകൂടെ അത് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ടോട്ടൽ പ്രൈസ് ഓഫ് 7 pens ഓഫ് ഈക്വൽ റേറ്റ് ഈസ് 98 rupees. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ പെൻ? അതായത് 7 പെന്ന്, ഒരേ വിലയുള്ള 7 പെന്നിന് 98 രൂപയാണ്. അതിൻ്റെ ഒരു പെന്ന്, അങ്ങനെയാണെങ്കിൽ ഒരു പെന്നിന് എത്ര രൂപയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ആദ്യം നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതാം. നമുക്ക് എത്ര പെന്നാണ് തന്നിട്ടുണ്ടല്ലേ? നമ്പർ ഓഫ് പെൻ എന്ന് പറയുന്നത് 7 ആണ് തന്നിട്ടുണ്ട്. അതുപോലെ ഈ 7 പെന്നിനും കൂടെ ഉള്ള റേറ്റ് എത്രയാണ്, ടോട്ടൽ പ്രൈസ് എത്രയാണ് തന്നിട്ടുണ്ട്. എത്രയാണ്? 98 rupees ആണ്. ഇനി എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്? ഒരു പെന്നിൻ്റെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് കാണുക? പ്രൈസ് ഓഫ് എ പെൻ ഇസ് ഈക്വൽ ടു 98 ഡിവൈഡഡ് ബൈ 7 അല്ലേ? 98നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോഴാണ് എന്ത് കിട്ടുക? ഒരു പെന്നിൻ്റെ വില കിട്ടുക. ടോട്ടൽ പ്രൈസ് 98 ആണ്. ഒരു പെന്നിന് പിന്നെ 7 പെന്നുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ 98നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഒരു പെന്നിൻ്റെ പ്രൈസ് കിട്ടുക. അപ്പോൾ നോക്കൂ, എങ്ങനെയാണ് 98നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് സൈഡിലൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു കള്ളിയൊക്കെ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ 98 എന്നും മുകളിൽ 7 എന്നും എഴുതണം. ഇനി നമ്മൾ 98ൽ എത്ര 7 ഉണ്ട് എന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഏതെങ്കിലും ഒരു സംഖ്യ, അതായത് ഇപ്പോൾ ഒരു 10 കൊടുത്താൽ 10 7 70 അല്ലേ? അപ്പോൾ എന്തായാലും 98ൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമുക്ക് 10 എന്ന് ആദ്യം കൊടുത്തു നോക്കാം. ഇനി നമ്മൾ വലത് സൈഡിൽ 10 × 7 = 70 എന്ന് എഴുതുക. അതുപോലെ 98ൻ്റെ താഴെ എന്ത് എഴുതുക? ആ 70 എന്ന് എഴുതി കൊടുക്കണം. അങ്ങനെ ചെയ്തതിന് ശേഷം ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ബാലൻസ് എത്ര ഉണ്ട് നോക്കണം അല്ലേ? 98ന്ന് 70 എണ്ണല്ലേ ഇപ്പോൾ ആയിട്ടുള്ളൂ. ബാക്കി എത്ര ഉണ്ട്? 98ന്ന് 70 കുറക്കുക. അപ്പോൾ എത്ര കിട്ടുന്നത്? 98 - 70 എന്ന് പറഞ്ഞാൽ 28 അല്ലേ? അപ്പോൾ അത് നമ്മൾ താഴത്തെ കള്ളിയിൽ എഴുതി കൊടുക്കണം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ എഴുതിയ 28ൽ എത്ര 7 ഉണ്ട് നോക്കണം അല്ലേ? 28ൽ എത്ര 7 ഉണ്ട്? 4 7 അല്ലേ 28 എന്ന് പറയുന്നത്? അപ്പോൾ 4 എന്നുള്ളത് നമ്മൾ ആ ഒരു 10ൻ്റെ താഴെയായിട്ട് ആ ഒരു കള്ളീൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന രീതിയിൽ 4 എന്ന് എഴുതണം. ഇനി ആ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ 4 × 7 28 എന്ന് എഴുതുക. പിന്നെ അതുപോലെ ആ 28 എഴുതിയിട്ട് താഴെ എന്ത് എഴുതുക? 28 തന്നെ എഴുതണം. ഇനി എന്താ ചെയ്യേണ്ടത്? 28ന്ന് 28 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 0 എന്ന് കിട്ടും. അതുപോലെ നമ്മൾ പിന്നെ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 98 ഡിവൈഡഡ് ബൈ 7 ഇസ് ഈക്വൽ ടു എത്രയാണ്? 10ഉം ഒരു 4ഉം അല്ലേ? അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 14. അപ്പോൾ 14 എഴുതുക. അതുപോലെ റൈറ്റ് സൈഡിലോ 14 × 7 ഇസ് ഈക്വൽ ടു 98. 10 7 4 7 അല്ലേ? ആ ഭാഗത്തുള്ളത് അത് 14 7 ആയില്ലേ? അത് 70 28 കൂടി കൂട്ടിയാൽ 98. അപ്പോൾ ഒരു പെന്നിൻ്റെ വില എത്രയാണെന്ന് കിട്ടിയല്ലോ? പ്രൈസ് ഓഫ് എ പെൻ ഇസ് ഈക്വൽ ടു 98 ഡിവൈഡഡ് ബൈ 7 ആണ്. അത് 14 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 14 rupees ആൻസർ എഴുതാൻ പറ്റും. ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് 168 rupees ഈസ് ഷെയർഡ് ഈക്വലി എമംഗ് 8 persons, ഹൗ മച്ച് വിൽ ഈച്ച് ഗെറ്റ്? അതായത് 168 രൂപ 8 ആളുകൾ ഒരേപോലെ വീതിച്ചാൽ ഒരാൾക്ക് എത്ര കിട്ടുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ റുപ്പീസ് ഇസ് ഈക്വൽ ടു 168 എന്ന് എഴുതാം. നമ്പർ ഓഫ് ഷെയർ എത്രയാണ്? 8 ആണ്. അപ്പോൾ ഒരാൾക്ക് എത്ര രൂപയാണ് കിട്ടുന്നത് കാണാൻ എന്താ ചെയ്യേണ്ടത്? 168നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ കള്ളിയൊക്കെ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ 168 എന്ന കള്ളിൻ്റെ ഉള്ളിൽ എഴുതുക. മേലെ ഹരിക്കേണ്ട എത്ര ഉണ്ടാ? 8 ഉണ്ടല്ലേ? അപ്പോൾ അത് 8 എന്ന് മുകളിൽ എഴുതി കൊടുക്കുക. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു സംഖ്യ 10 20 20 മുതൽ പോകും അല്ലേ? നമുക്ക് 20 തന്നെ കൊടുത്തു നോക്കുക. 20 ആണെങ്കിൽ എങ്ങനെയായിരിക്കും? 20 8 എത്രയാണ്? 2 8 16 അല്ലേ? അപ്പോൾ 20 8 എത്രയായിരിക്കും? 160 ആയിരിക്കും അല്ലേ? 2 8 16 ആണ്. ആ 16 എന്നിട്ടിട്ട് ഒരു 0 കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 160 എന്ന് കിട്ടും. അപ്പോൾ 20 8 160 ആണ്. അപ്പോൾ ആ 160 നമ്മൾ എന്ത് ചെയ്യുക? ആ കള്ളിൻ്റെ ഉള്ളിലും എഴുതി കൊടുക്കണം. 168ൻ്റെ താഴെയായിട്ട് 160 എന്നും എഴുതി കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്? ആ 168ന്ന് 160 കുറക്കണം അല്ലേ? അപ്പോൾ എത്രയാണ് കിട്ടുക? 8 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ അത് താഴെ എഴുതി കൊടുക്കണം. ഇനിയിപ്പോൾ സപ്പോസ് നമ്മൾ 20 എന്നുള്ളതിന് പകരം 10 ആയിരുന്നു എടുത്തതെങ്കിലോ? അങ്ങനെയാകുമ്പോൾ ഒരു സ്റ്റെപ്പും കൂടിയും കൂടുന്നേ ഉള്ളൂ. 10 8 എഴുതുക. അപ്പോൾ 80 ആയിരിക്കും. അപ്പോൾ 168ന്ന് 80 കുറച്ചിട്ട് പിന്നെ ബാക്കിയിൽ നിന്ന് വീണ്ടും വീണ്ടും ചെയ്തു പോയാൽ മതിയാവും. ഇവിടെ ഇപ്പോൾ 20 എടുത്തതുകൊണ്ട് അപ്പോൾ 160 അതുകൊണ്ട് അത് കുറച്ചപ്പോൾ 8 എന്ന് കിട്ടിയില്ലേ? ഇനി 8ൽ എത്ര 8 ഉണ്ട്? 1 അല്ലേ? അപ്പോൾ നമുക്കിനി 1 കൊണ്ട് ചെയ്യണം. അപ്പോൾ 1 എന്ന് കള്ളിൻ്റെ ഇടത് ഭാഗത്തും 8 8 എന്നുള്ളത് വലത് ഭാഗത്തും എഴുതുക. കള്ളിൻ്റെ ഉള്ളിൽ ആ 8 എന്ന് എഴുതി കൊടുക്കല്ലേ? 8 8 അല്ലേ കിട്ടിയത്? അപ്പോൾ 8 എന്ന് എഴുതി കൊടുക്കുക. ഇനി എന്താ ചെയ്യുക? അപ്പോൾ ആ കള്ളിൻ്റെ ഉള്ളിലുള്ള 8ന്ന് 8 കുറക്കണം.
അപ്പോൾ 8 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 0 എന്ന് കിട്ടും. ഇനി അതിൽ 8 ഉണ്ടോ? ഇല്ല, 0 അല്ല, ഇനിയില്ല. അപ്പോൾ പിന്നെ എന്താ കിട്ടിയത്? 168ൽ എത്ര 8 ഉണ്ട് നമുക്ക് കിട്ടിയത്? ഒരു 20 കിട്ടി, അതുപോലെ ഒരു 1ഉം കിട്ടിയില്ലേ? അപ്പോൾ 20യും 1ഉം കൂടെ കൂട്ടുമ്പോൾ 21 8 ആണ് എന്തിലുള്ളത്? 168ലുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 168 ഡിവൈഡഡ് ബൈ 8 ഇസ് ഈക്വൽ ടു 21 എന്നുള്ളത് കള്ളിയുടെ ഇടത് ഭാഗത്തും റൈറ്റ് സൈഡിൽ എന്ത് എഴുതാം? 21 ഇൻറ്റു 8 ഇസ് ഈക്വൽ ടു 168 എന്നും എഴുതാൻ പറ്റൂലേ? അപ്പോൾ ഇത് നമുക്ക് എന്ത് മനസ്സിലായി? 168 രൂപ 8 ആളുകൾക്ക് വീതിച്ചു കൊടുത്താൽ ഒരാൾക്ക് 21 റുപ്പീസാണ് കിട്ടുക അല്ലേ? 168 ഡിവൈഡഡ് ബൈ 8 എന്ന് പറഞ്ഞാൽ 21 ആണ്. അപ്പോൾ നമുക്ക് ഒരാൾക്ക് കിട്ടുന്നത് എത്രയാണ്? 21 റുപ്പീസാണ്. ഇനി ഈ പേജിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ സ്കൂൾ സ്റ്റോർ നീഡ്സ് 1825 നോട്ട്ബുക്സ്. ഹൗ മെനി പാക്സ് ഓഫ് 25 നോട്ട്ബുക്സ് ആർ ടു ബി ബോട്ട്? അതായത് സ്കൂൾ സ്റ്റോർക്ക് 1825 നോട്ട് ബുക്കുകൾ വേണം. 25 വീതമുള്ള എത്ര പാക്ക് നോട്ട് ബുക്കാണ് വേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കൂ. ആകെ നമുക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1825 ആണ് അല്ലേ? അതുപോലെ ഒരു പാക്കിലുള്ള നോട്ട് ബുക്ക് എത്രയാണ്? 25 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ കാണേണ്ടത്? ഇനി എത്ര പാക്ക് വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 1825 ബുക്ക് ആവാൻ എത്ര പാക്ക് ആക്കേണ്ടി വരും എന്ന്. അപ്പോൾ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? 1825നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? അങ്ങനെ ആകുമ്പോഴല്ലേ എത്ര പാക്ക് പിന്നെ ബുക്ക് വേണം എന്നുള്ളത് നമുക്കറിയാൻ പറ്റുക. അപ്പോൾ നമ്മളത് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ടെക്സ്റ്റിലുള്ള മെത്തേഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ കള്ളിയൊക്കെ വരയ്ക്കുക. എന്നിട്ട് കള്ളിൻ്റെ ഉള്ളിൽ പിന്നെ 1825 എന്ന് എഴുതുക, അതുപോലെ മുകളിൽ 25 എന്ന് എഴുതുക. ഇനി നോക്കൂ, നമുക്കിത് കുറച്ച് വലിയ സംഖ്യ ആയതുകൊണ്ട് 10 കൊണ്ടൊന്നും ചെയ്യണമെന്നില്ല. കുറച്ച് വലിയൊരു സംഖ്യ എടുത്തുകൊണ്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊരു 50 അല്ലെങ്കിൽ ഒരു 60 ഒക്കെ ചെയ്ത് നോക്കാം. നമുക്ക് ഏത് സംഖ്യ കൊണ്ട് ചെയ്താലും അതിനനുസരിച്ച് ബാക്കി ബാലൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ശിഷ്ടം കണ്ടിട്ട് വീണ്ടും വീണ്ടും ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ 60 കൊണ്ടാണ് ചെയ്യുന്നത് എങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് ഇടത് സൈഡിൽ 60 എന്ന് എഴുതുമ്പോൾ വലത് സൈഡിൽ എന്താ എഴുതേണ്ടത്? 60 ഇൻറ്റു 25 അല്ലേ? 60 ഇൻറ്റു 25 എത്രയാണ്? 1500 ആണ് അല്ലേ? അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക? 1825 എന്ന് എഴുതിയിട്ടില്ലേ കള്ളിൻ്റെ ഉള്ളിൽ? അതിൻ്റെ താഴെയായിട്ട് 1500 എന്ന് എഴുതണം. ഇനി എന്താ ചെയ്യുക? അത് മൈനസ് ചെയ്യണം അല്ലേ? അപ്പോൾ ഏതെന്നാണ്? 1825 എന്ന് 1500 മൈനസ് ചെയ്യുക. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 325 എന്ന് കിട്ടുമല്ലോ. അത് അതിൻ്റെ താഴെ എഴുതി കൊടുക്കുക. ഇനി 325 എത്ര 25 ഉണ്ട് എന്നുള്ളത് കറക്റ്റ് അറിയെങ്കിൽ അതുകൊണ്ട് തന്നെ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 10 കൊണ്ടും കൂടെ ചെയ്ത് നോക്കാം. 10 25 എത്രയാണ്? 250 അല്ലേ? അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. അതെങ്ങനെയാണ് എഴുതുന്നത്? ഇടത് സൈഡിൽ 10 എന്ന് കൊടുക്കുക, കള്ളിൻ്റെ വലത് സൈഡിലോ 10 ഇൻറ്റു 25 250 എന്നും കൊടുക്കുക. പിന്നെ കള്ളിൻ്റെ ഉള്ളിലും 250 എന്ന് കൊടുക്കല്ലേ? 325ൻ്റെ താഴെ 250 എന്ന് എഴുതുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 325 250 കുറക്കണം. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 75 എന്ന് കിട്ടുമല്ലോ. അത് താഴെ എഴുതുക. ഇനി ആ 75ൽ എത്ര 25 ഉണ്ട് നോക്കണം അല്ലേ? അപ്പോൾ നോക്കൂ, ഒരു 3 കൊടുത്തു കഴിഞ്ഞാൽ 3 25 അല്ലേ 75 എന്ന് പറയുന്നത്? അപ്പോൾ നമുക്കിനി 3 കൊണ്ടൊന്ന് എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതിയിട്ടുള്ളത് നോക്കൂ. ആദ്യം ആ കള്ളിൻ്റെ ഇടത് സൈഡിൽ 3 എന്ന് കൊടുക്കുക, വലത് സൈഡിലോ 3 ഇൻറ്റു 25. 3 ഇൻറ്റു 25 എത്രയാണ്? 75 എന്ന് കൊടുക്കുക. ഇനി ആ 75 എന്നുള്ളത് നമ്മൾ ആ കള്ളിൻ്റെ ഉള്ളിലും കൂടെ എഴുതണം അല്ലേ? അപ്പോൾ 75ൻ്റെ താഴെ വീണ്ടും 75 എന്ന് എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്? 75 കുറച്ചിട്ട് അതിൻ്റെ താഴെ എഴുതുക. 75 കുറക്കുമ്പോൾ 0 കിട്ടും അല്ലേ? അപ്പോൾ അത് താഴെ എഴുതുക. പിന്നെ എന്താ ചെയ്യേണ്ടത്? 1825നെ പൂർണ്ണമായിട്ടും ഇപ്പോൾ നമ്മൾ 25 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? അപ്പോൾ എത്രയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്? ഒരു 60 കിട്ടിയിട്ടുണ്ട്, ഒരു 10 കിട്ടിയിട്ടുണ്ട്, പിന്നെ ഒരു 3യും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് 3ഉം കൂടെ കൂട്ടുക. അപ്പോൾ എത്രയാണ് കിട്ടുക? 60 10 കൂടെ കൂട്ടുമ്പോൾ 70 ആവും, 70 3 കൂടെ കൂട്ടുമ്പോൾ 73 ആവും. അപ്പോൾ 1825 ഡിവൈഡഡ് ബൈ 25 ഇസ് ഈക്വൽ ടു 73 എന്ന് എഴുതാൻ പറ്റൂ അല്ലേ? അത് കള്ളിൻ്റെ ഇടത് ഭാഗത്ത് എഴുതുക. ഇനി വലത് ഭാഗത്ത് എന്താ എഴുതുക? അത് ഗുണിക്കുമ്പോൾ കിട്ടുന്നത് എത്രയാണെന്ന് എഴുതുക അല്ലേ? 73നെ 25 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 1825 എന്ന് കിട്ടുമല്ലോ. അത് നമ്മൾ വലത് ഭാഗത്തും എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1825നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ് കിട്ടുക എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? എത്രയാണ്? 73 ആണ്. അപ്പോൾ നമ്പർ ഓഫ് പാക്സ് എത്രയാണ്? 73 അല്ലേ? എന്താണ്? പിന്നെ 1825നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ് നമ്പർ ഓഫ് പാക്സ് എന്ന് പറയുന്നത്. അത് എത്രയാണ്? 73 ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.